ഞാനിതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതാണ്. അത് ഇതിനകത്ത് ഒഴിക്കാം. ഹലോ, അജിത് ഡെയിലി വൈബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചിക്കൻ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്തു, എല്ലാം എടുത്തു. ഒരു കടായി അടുപ്പത്ത് വെച്ചു. അതിൽ ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് സ്പൈസസ്: കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം. അതിട്ടൊന്ന് ചൂടായി വരും. അതിലേക്ക് നമ്മളോട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട്, പിന്നെ ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, ക്യാരറ്റ്, പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അതങ്ങ് പേസ്റ്റാക്കി അത് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതാണ്. അത് ഇതിനകത്ത് ഒഴിക്കാം. അത് ഇതിനകത്ത് കിടന്ന് വേകട്ടെ. ഇതിനകത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ശകലം. പിന്നെ ഗരം മസാല ഇവിടെ ഞാൻ തന്നെ പൊടിച്ചതാണ്. അത് കുറച്ചിട്ട് കൊടുത്തു ഒന്ന് ഇളക്കി അതിലേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ശകലം ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ഇടാം. ഇനി അത് നമുക്ക് അവിടെ കിടന്ന് വേവട്ടെ, വെന്തൊന്ന് കുറുകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ആവശ്യമായ മറ്റ് സാധനങ്ങൾ അരച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി കുതിർത്ത് വെച്ചിരിക്കുകയാണ്, അത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും, പിന്നെ ഞാൻ അതിൻ്റെ കൂടെ 2 ഇതും കൂടെ ഏലക്കയും കൂടെ ഇടുന്നുണ്ട്. അപ്പം വേറൊരു ടേസ്റ്റ് കിട്ടും. ഏലക്ക നമ്മൾ 2 ഇട്ടിട്ടുണ്ട് അതിനകത്ത്. കറിക്കകത്ത് നമ്മൾ മസാലയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഒന്ന് അപ്പോൾ നമ്മൾ അരച്ചെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, ആ ചെറിയ ഏലക്ക എല്ലാം കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ അതെല്ലാം നല്ല വെന്ത് നല്ല ഒരു എരുപ്പുണ്ടല്ലോ, ഒരു ക്രീമി പരുവായത്. അണ്ടിപ്പരിപ്പും മുന്തിരിയുടെ ചേർത്ത് നമുക്ക് അതിൻ്റെ ഇതങ്ങ് മാറി, ഘടന അങ്ങ് മാറി. അതിൻ്റെ ഇതിപ്പം എല്ലാം വെന്ത് കിടക്കുകയാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മളൊരു കടായി അടുപ്പത്തേക്ക് വെച്ചു. അതിൽ ശകലം ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് സവാള ഇടാം. സവാള ചെന്ന് ഫ്രൈ ആക്കി എടുക്കണം. വന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളത് കരിവേപ്പില ഇടാം. വീണ്ടും ഒന്ന് ഇളക്കി ഇതൊരു നല്ല വൃത്തിയായിട്ടൊന്ന് വഴണ്ട് വരണം. ഒരു ബ്രൗൺ കളർ വരണം. ഉള്ളി അത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി നമ്മുടെ സ്റ്റൂവിനകത്തേക്ക് തട്ടാം.
ഇപ്പം നല്ല ടൈറ്റായി. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല ബട്ടറിനകത്ത് ഫ്രൈ ആക്കി ഒഴിച്ച് ശകലം പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സ്റ്റൂ ശരിയായി. നമ്മൾ ഗ്യാസിന് വേണ്ടി ഒരു പാത്രം വെച്ചു, അതിനകത്ത് ബട്ടർ ഇട്ടു, അത് മെൽറ്റാവണം. അത് നല്ല ചൂടായിട്ടില്ല. അണ്ടിപ്പരിപ്പും മുന്തിരിക്കും ഇന്നലെ ഒരു രസമാണ്. അണ്ടിപ്പരിപ്പ് മേടിക്കാനായിട്ട് ലുലുവിൽ വന്നപ്പം അവിടെ പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടിപ്പരിപ്പിൻ്റെ ഒരു പാക്കറ്റ് ഇരിക്കുന്നു. അത് എടുത്ത് വായിച്ച് നോക്കിയപ്പം മെയ്ഡ് ഇൻ ഇന്ത്യയും അത് കശുവണ്ടി വരുന്നത് എൻ്റെ നാടായ കൊല്ലത്തു നിന്നാണ്. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നി എനിക്ക്. നമ്മൾ വഴട്ടിയെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിനകത്തിടാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് അപ്പം ഉണ്ടെങ്കിൽ അപ്പം, ബ്രെഡ്, പത്തിരി അങ്ങനെയുള്ള പൊട്ടി കഴിക്കാം. ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് നമ്മുടെ ദേശീയ ഭക്ഷണമായ അറബികളുടെ കുബൂസാണ്. ആ കുബൂസ് നമ്മൾ ആവിയിൽ കയറ്റി പുഴുങ്ങിയെടുത്തിട്ടാണ് നമ്മളത് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവി കയറ്റിയ നല്ല പഞ്ഞി പോലെ കുബൂസും, ആവി കയറ്റിയ കുബൂസും അതിൻ്റെ മുകളിൽ നമ്മളെ ചിക്കൻ സ്റ്റൂവും കൂടെ ഒഴിച്ച് നമുക്കിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. കൊള്ളാം.